KTU 2019 സ്കീം EST 200 ഡിസൈൻ എഞ്ചിനീയറിംഗിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ വൈസ് ആണ്. പാർട്ട് എ, പാർട്ട് ബി എന്ന് പറഞ്ഞാണ്. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻ, പാർട്ട് ബിയിൽ 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഓരോ മൊഡ്യൂളിൽ നിന്ന് 5 എണ്ണം വെച്ച്, ഓരോ മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരെണ്ണം വെച്ച് എഴുതണം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ 1 നോക്കിയാൽ റൈറ്റ് അബൌട്ട് ദ ബേസിക് ഡിസൈൻ പ്രോസസ്, ഡിസ്ക്രൈബ് ഹൗ ടു ഫൈനലൈസ് ദ ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഷോ ദ ഡിസൈനിങ് ഓഫ് എ റിസ്റ്റ് വാച്ച് ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡിസൈൻ പ്രോസസ്, യൂസ് ഹാൻഡ് sketches to illustrate the process, find the customer requirement for designing a new car showroom, show how the design objectives were finalized considering the design constraints. ഇത്രയാണ് മൊഡ്യൂൾ 1 എന്നുള്ളത്. അപ്പം നമുക്കത് നോക്കാം. ഇതാണ് ഡിസൈൻ ലൂപ്പ്. ഡിസൈൻ ലൂപ്പിൽ, എഞ്ചിനീയറിംഗ് ഡിസൈൻ ലൂപ്പിൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ നീഡ്, റിസർച്ച് ദ പ്രോബ്ലം, develop the possible solution, select the most promising solution, construct a prototype, test and evaluate the prototype, communicate the design, then redesign. For defining a design process, detailing the customer requirements, setting design objectives, identifying the constraints, establishing the functions, generating the design alternatives, and choosing a design. Detailing customer requirements. Users provide informal statements which must be transformed into language of engineering and design process. A mix of goals, functions, means, constraints, and specifications. Conducting interviews, focus groups, questionnaires, and surveys of customers. ഒരു കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ചിലപ്പം ഇൻഫോർമൽ ലാംഗ്വേജിലായിരിക്കും അവർ പറയുന്നത്. അവരുടെ നീഡ്സ്, അവരുടെ പെയിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ കൺസ്ട്രെയിൻസ് ഒക്കെ അങ്ങനെ അവരുടെ രീതിയിലായിരിക്കും പറയുന്നത്. അത് നമുക്കറിയണമെങ്കിൽ ഇൻ്റർവ്യൂ വെക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻസ്, സർവേസ് അങ്ങനെയുള്ളതൊക്കെ വെച്ചാലേ ഉള്ളൂ നമുക്ക് അവരുടെ റിക്വയർമെൻറ്റ്സ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. സെറ്റിംഗ് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്. അവർ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ റെക്കോർഡിക്കലി നമ്മൾ നമ്മുടെ ലാംഗ്വേജിൽ എഴുതുന്നു. അതിൽ നിന്നും ഒരു ഗോൾ, ഒബ്ജക്റ്റീവ്സ് ആർ ഡിസൈഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഡിസൈൻ, വാട്ട് ദ ഡിസൈൻ വിൽ ബി, വാട്ട് ദ ക്വാളിറ്റീസ് ഇറ്റ് വിൽ ഹാവ്. ഓഫൺ ദി adjectives and characterized by present particles such as are, be, may be divided into primary and secondary objectives. Throughout the tree of objectives showing hierarchical relationship and interconnection. അവർ പറഞ്ഞ എന്തെല്ലാം ആവശ്യങ്ങളാണ്, അതിൽ നിന്നും അതെങ്ങനെ സാധിക്കാൻ പറ്റും എന്നുള്ള ഒരു ഡിസൈൻ നമ്മൾ ചിന്തിക്കുന്നതാണ് അവിടെയാണ്. ഒരു മൾട്ടി പർപ്പസ് ലാഡർ, ഡിസൈൻ ഓഫ് എ സൂപ്പർ ലാഡർ ആണെങ്കിൽ ലാഡർ ഷുഡ് ബി സേഫ് ആയിരിക്കണം, ഷുഡ് ബി stable on the floors and smooth surface, stable on relatively level ground, should stand safely without a support. The ladder should be reasonably stiff, should be marketable, should be useful. ഇൻഡോഴ്സിലാണെങ്കിൽ ഇലക്ട്രിക് വർക്കിനും മെയിൻ്റെനൻസ് വർക്കിനുമായിരിക്കും. ഔട്ട്ഡോഴ്സ് എന്ന് പറയുമ്പോൾ കാർ വാഷിംഗ്, കട്ടിംഗ് ട്രീ ബ്രാഞ്ചസ് അങ്ങനെയൊക്കെ. Be useful at the right height. Ladder should be relatively expensive. Ladder should be portable, be lightweight, be small when ready for transport. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊരു ഒബ്ജക്റ്റീവ് ട്രീ ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്തേക്കുവാണ്. നേരത്തെ കണ്ടതിനേക്കാളും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതും ഒരു ഒബ്ജക്റ്റീവ് ട്രീയിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഹൈറാർക്കിയലായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. ഐഡൻറ്റിഫൈങ് കൺസ്ട്രെയിൻസ്. ഏതൊരു കാര്യത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഓരോ രീതിയിൽ കാണും. ചിലപ്പോൾ അവർക്ക് എന്തെല്ലാം ഫങ്ഷണൽ ആയിട്ടും എർഗോണമിക് ആയിട്ടും എസ്തറ്റിക് ആയിട്ടും ഒരുപാട് കാര്യങ്ങളിൽ കൺസ്ട്രെയിൻസ് ഉണ്ടാകും. ഡിസൈൻ ഈസ് നോട്ട് ആൻ ഓപ്പൺ ഫീൽഡ്, ഇറ്റ് ഹാസ് മെനി കൺസ്ട്രെയിൻസ്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നേരെ പോയി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. So constraints are the strict limits that a design must meet in order to acceptable. An engineer has to carefully understand these constraints and work out a design that fits the situation. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഒരു എഞ്ചിനീയർ ആ കൺസ്ട്രെയിൻസ് എല്ലാം മറികടന്ന് വേണം ഒരു ഡിസൈൻ ചെയ്യാൻ. This at times puts a brake on creativity and limit the size of the design space. കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, സേഫ്റ്റി കൺസ്ട്രെയിൻസ് ഉണ്ട്, ക്വാളിറ്റി കൺസ്ട്രെയിൻസ്, മാനുഫാക്ചറിങ് കൺസ്ട്രെയിൻസ്, ടൈമിംഗ് കൺസ്ട്രെയിൻസ്, എക്കോണമിക് കൺസ്ട്രെയിൻസ്, എർഗോണമിക്, എക്കോളജിക്കൽ, എസ്തെറ്റിക്, ലൈഫ് സൈക്കിൾ, എത്തിക്കൽ എല്ലാം ഉണ്ട്. അങ്ങനത്തെ എല്ലാ കൺസ്ട്രെയിൻസും ഉണ്ട്. Then establishing the functions. A specific thing design is expected to do or behave. നമ്മൾ എന്തെല്ലാം ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ ഡിസൈനിൽ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ് നമ്മുടെ ഡിസൈനിൽ? എ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിസൈനിങ് ഇറ്റ്സ് ഫങ്ഷൻ, യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് എ വെർബ് നൗൺ പെയറിംഗ്.
നമ്മൾ പ്രൈമറി ഫങ്ഷനായിട്ടും സെക്കൻഡറി ഫങ്ഷനായിട്ടും നമ്മൾ എടുക്കും. മെയിൻ വർക്കാണ് പ്രൈമറി ആയിട്ട്, സെക്കൻഡറി ഫങ്ഷനാണ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർക്കുന്നുണ്ടെങ്കിൽ. ഒരു വാച്ചിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ അതിൽ ടൈമാണ് മുഖ്യം അതിനകത്ത് പ്രൈമറി ഫങ്ഷനായിട്ട്. സെക്കൻഡറി ഫങ്ഷനാണ് അതിൻ്റെ ഡേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ജനറേറ്റിംഗ് ഡിസൈൻ. യൂസിങ് ഡിസൈൻ മീൻസ് എ വേ ഓർ മെത്തേഡ് ടു മേക്ക് എ ഫങ്ഷൻ ഹാപ്പൻ. ഇറ്റ് ഈസ് അബൌട്ട് ടു അപ്രോച്ച് ടു മേക്ക് ഇറ്റ് ഫങ്ഷൻ ആസ് പ്രൊപ്പോസ്ഡ്, borrow some features from other designs through brainstorming. ദെൻ ആൾട്ടർനേറ്റീവ്സ് ആൻഡ് ചോസിങ് എ ഡിസൈൻ. നമ്മൾ ആ ഡിസൈൻ എല്ലാം ഇങ്ങനെ ഒബ്ജക്റ്റീവ്സ്, കൺസ്ട്രെയിൻസ്, ഫങ്ഷൻസ് എന്നും പറഞ്ഞ് നമ്മൾ ഏതൊക്കെയാണോ എവിടെയൊക്കെയാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതാണ് ബേസിക് ഡിസൈൻ പ്രോസസ്സ്. നമ്മളൊരു ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് നോക്കുമ്പോൾ ഹൗ ടു ഫൈനലൈസ് ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഡിസൈൻ ഒബ്ജക്റ്റീവ്സ്, പെർഫോം ഫീസിബിലിറ്റി അനാലിസിസ്, മാർക്ക് സ്റ്റഡി അബൌട്ട് ഡോക്യുമെൻറ്റ് ദ ഫൈനലൈസ് ഡിസൈൻ ഒബ്ജക്ട്സ്, കണ്ടക്ട് ഫീസിബിലിറ്റി അനാലിസിസ് ചെയ്യണം ഫസ്റ്റ്. ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ട്, എക്കോണമിക്കൽ ഫീസിബിലിറ്റി ഉണ്ട്, ഷെഡ്യൂൾ ഫീസിബിലിറ്റി ഉണ്ട്, സോഷ്യൽ ഫീസിബിലിറ്റി ഉണ്ട്. Technical is ensuring whether the requirements can be implemented using the existing technology or not. ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് നമുക്കത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ. എക്കോണമിക് ഫീസിബിലിറ്റി, വെദർ ദ റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ ദ അലോട്ടഡ് ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുമോ. ഷെഡ്യൂൾ ഫീസിബിലിറ്റി, വെദർ ദ റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് വിത്തിൻ ദ അലോട്ടഡ് ടൈമിൽ നമുക്ക് ഇത് തീർക്കാൻ പറ്റുമോ. സോഷ്യൽ ഫീസിബിലിറ്റി, വെദർ ദ ഡെവലപ്പിംഗ് പ്രോഡക്റ്റ് മേ അഫക്ട് ദ സൊസൈറ്റി ഇൻ എ ഹാംഫുൾ മാനർ. എന്തെങ്കിലും പൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സൊസൈറ്റി അതിൽ ഇടപെടും, അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമോ. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് പെർഫോം മാർക്കറ്റ് അനാലിസിസ്. അനലൈസ് ദ മാർക്കറ്റ് ആൻഡ് ഐഡൻറ്റിഫൈ ദ കോമ്പീറ്റിംഗ് പ്രോഡക്ട്സ് ആൻഡ് ഇറ്റ്സ് എക്സൈറ്റിംഗ് ഫീച്ചേഴ്സ്. ഐഡൻറ്റിഫൈ ദ സപ്ലിമെൻ്ററി ഫീച്ചേഴ്സ് ദാറ്റ് മേ ബി എക്സ്പെക്റ്റഡ് ഫ്രം ദിസ് പ്രോഡക്റ്റ്. നമ്മൾ അറിയണം ഈ പ്രോഡക്റ്റ് ആയിട്ട് മത്സരിക്കുന്ന ഈ പ്രോഡക്റ്റ് പോലെ തന്നെ മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ്, അതുമായിട്ട് ഇപ്പം ഒരു മത്സരം അവിടെ തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിനെ ഇതാക്കാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവന്നത്, എവിടെയൊക്കെയാണ് ഈ മാർക്കറ്റിംഗ് ചെയ്താലാണ് ഇത് വിജയിക്കുന്നത്, സപ്ലിമെൻ്ററി ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊക്കെയാണ് മാർക്കറ്റ് അനാലിസിസ്. ഡോക്യുമെൻറ്റ് ദ ഫൈനലൈസ്ഡ് ഡിസൈൻ ഒബ്ജക്റ്റീവ്. Document all the finalized requirements or design objectives. This document acts as an agreement between the customer and manufacturer. Example, system requirement specification document. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഡിസൈൻ ഒബ്ജക്റ്റീവ്സും നമ്മളൊരു റെക്കോർഡ് ആയിരിക്കണം. അതാണ് കസ്റ്റമറും മാനുഫാക്ചറും തമ്മിലുള്ള ഒരു അഗ്രിമെൻ്റ് ആണ് ആ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇതാണ് ഡിസൈൻ ഒബ്ജക്റ്റീവ്സിൻ്റെ ഫൈനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അടുത്ത 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷോ ദ ഡിസൈനിങ് ഓഫ് എ റിസ്റ്റ് വാച്ച് ഗോയിങ് ത്രൂ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് എ ഡിസൈൻ പ്രോസസ്. യൂസ് ദ ഹാൻഡ് സ്കെച്ച് ടു ഇലുസ്ട്രേറ്റ് ദ പ്രോസസ്. ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ദ നീഡ്. നമ്മുടെ ഒരു റിസ്റ്റ് വാച്ചിൻ്റെ നീഡ് എന്താണ്, ടൈം നോക്കണം എന്നുള്ളതാണ്. പിന്നെന്താണ്, നമ്മൾ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം, പിന്നെ അത് വാട്ടർ പ്രൂഫ് ആയിരിക്കണം എന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നീഡ്സ്. ഐഡൻറ്റിഫൈ ദ നീഡ്. ബേസിക് ഡിസൈൻ പ്രോസസ്സിൽ നമ്മളിതെല്ലാം പറഞ്ഞതാണ്. എന്തെല്ലാം കൺസ്ട്രെയിൻസ് അതിൽ വരാം. മസ്റ്റ് ബി സ്മോൾ സൈസ് ദാറ്റ് ക്യാൻ ഫിറ്റ് ഇൻ ദ ഫ്രസ്റ്റ്. ടൈം നീഡിൽ മസ്റ്റ് ബി സ്മോൾ വിസിബിൾ. ടൈം നീഡിൽ ചെറുതായിരിക്കണം, പക്ഷേ അത് നമുക്ക് കാണണം. ഡേറ്റും ഡേയും ഇൻക്ലൂഡഡ് ആണെങ്കിൽ നല്ലതാണ്. നമുക്ക് കയ്യിലിടുന്നതുകൊണ്ട് സ്വെറ്റ് ഉണ്ടാകാം, വാട്ടർ തുരുമ്പടിക്കുന്ന അങ്ങനെയുള്ള തുരുമ്പടിക്കൽ അങ്ങനെ ഒന്നും വരാതിരിക്കണം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണം. ദ സ്ട്രാപ്പ് മസ്റ്റ് ബി മെയ്ഡ് ഓഫ് ലെതർ. സ്ട്രാപ്പ് പെട്ടെന്ന് പോകാൻ പാടില്ല, അത് ലെതർ കൊണ്ടുള്ളതായിരിക്കണം. ഇതൊക്കെയാണ് കൺസ്ട്രെയിൻസിൽ പെടുന്നത്. ഇതൊക്കെ നമുക്ക് ഓരോ ഫങ്ഷണൽ കൺസ്ട്രെയിൻ അങ്ങനെയുള്ള കൺസ്ട്രെയിൻസ് ആയിട്ട് നമുക്ക് മാറ്റി എഴുതണം. പിന്നെ അത് കഴിഞ്ഞാൽ ദ നീഡ് ഓർ പ്രോബ്ലം. റിസ്റ്റ് സ്ട്രാപ്പ് വിൽ ക്യാരി ആൻഡ് ഹോൾഡ് ഫോർ ടൈം. അനലോഗ് ഓർ ഡിജിറ്റൽ വാച്ചാണോ നമ്മൾ എടുക്കുന്നത്. ക്വാർട്സ്, പ്ലാസ്റ്റിക്, ലോ വെയ്റ്റ്. ഇത് ഏത് മെറ്റീരിയലാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അതിനകത്ത് എടുക്കേണ്ടത്. ലെതർ ആണോ, റബ്ബർ ആണോ, പ്ലാസ്റ്റിക് സ്ട്രാപ്പാണോ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. കളർ ചോയ്സ്, ആവറേജ് ബ്രസ്റ്റിൻ്റെ സൈസ്, better visibility with a small size. We use bright color watch face and dark color needle. Also we can increase the width of the needle. നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ചിലപ്പോൾ നമുക്ക് റോമൻ നമ്പേഴ്സിൽ എഴുതാം, ചിലപ്പോൾ സാധാരണ നമ്പേഴ്സിൽ നമുക്ക് എഴുതാം. ഇപ്പോൾ റൗണ്ട് വേണോ, ഓവൽ വേണോ, സ്ക്വയർ വേണോ, ഏത് രീതി വേണം നമ്മൾ ചിന്തിക്കണം.
Select the best possible solution. Have both analog and digital clock can show time. അനലോഗും ഡിജിറ്റലും ഉൾപ്പെടുത്തുന്നത് വേണമെങ്കിൽ ലെസ് ബാറ്ററി, ചിലപ്പോൾ സോളാറിൻ്റെ ബാറ്ററി ആണെങ്കിൽ എപ്പോഴും നമുക്ക് ബാറ്ററി മാറേണ്ട കാര്യമില്ല, അത് ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സ്റ്റൈലിഷ്, മോർ വിസിബിലിറ്റി, ലെതർ സ്ട്രാപ്പ് ആണെങ്കിൽ പെട്ടെന്ന് പോകത്തില്ല, ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ഡിജിറ്റലുമാണ്. നമ്മൾ ഒരെണ്ണം അത് വരയ്ക്കണം, നമ്മൾ പെൻസിൽ കൊണ്ട് നമ്മൾ വരയ്ക്കണം, പെൻസിലല്ലേ നമ്മൾ കയ്യിലുള്ള വരയ്ക്കണം. ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ, നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്. അത് കഴിഞ്ഞ് നമ്മൾ അതിന് റിപ്പോർട്ട് എഴുതണം. After selecting the preferred design, it must be communicated to those who must approve it, support it and translate it into reality. This communication may take the form of an engineering report or a set of plans and specifications. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിന് മുമ്പ് നമ്മളെപ്പോഴും ഒരു ഡിസൈൻ, ഒരു റിസ്റ്റ് വാച്ചിൻ്റെ എഴുതുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ എഴുതുമ്പോൾ, നമ്മൾ 6-7 ഡിസൈൻ പ്രോസസ്സ് ഉണ്ട്. ആ രീതിയിൽ വേണം എഴുതാൻ. ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡീറ്റെയിലിംഗ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. അപ്പം അവിടെയാണ് നമ്മൾ കസ്റ്റമറിൻ്റെ കാര്യങ്ങൾ എഴുതണം. ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് എഴുതണം. ബഡ്ജറ്റ്, ടൈം, ടെക്നോളജി, അലോട്ടഡ്, അതൊക്കെ എഴുതണം. പിന്നെ അത് തന്നെ ഡിസൈൻ കൺസ്ട്രെയിൻസ്, സ്റ്റാൻഡേർഡ്സ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഫങ്ഷൻസ്, സോളാർ പവർ ഏതാ വേണ്ടത്, സിമ്പിൾ, ലൈറ്റ് വെയ്റ്റ്, വാട്ടർ പ്രൂഫ്, ഇതൊക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഏതെല്ലാം രീതിയിൽ അനലോഗ് വാച്ച്, ഡിജിറ്റൽ വാച്ച് വേണോ, സ്ട്രാപ്പിൻ്റെ കാര്യത്തിൽ, ഡയലിൻ്റെ കാര്യത്തിൽ, നമ്പർ പാറ്റേണിൻ്റെ കാര്യത്തിൽ, അതെല്ലാം വ്യത്യാസം. ഇത് കണ്ടോ, ഇതെല്ലാം ഓരോരോ പാറ്റേണാണ് നമ്മൾ വരയ്ക്കണം. ചൂസിങ് ദ ബെസ്റ്റ് ഡിസൈൻ എടുക്കുക. ഇതാണ് റിസ്റ്റ് വാച്ചിൻ്റെ കാര്യം. അപ്പോൾ അടുത്തത് പറയുമ്പോൾ, ഫൈൻഡ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ് ഫോർ ഡിസൈനിങ് എ ന്യൂ കാർ ഷോറൂം. ഹൗ ഡിസൈൻ ഒബ്ജക്റ്റീവ്സ് വെർ ഫൈനലൈസ്ഡ് കൺസിഡറിങ് ദ ഡിസൈൻ കൺസ്ട്രെയിൻസ്. ഐഡൻറ്റിഫൈ ദ നീഡ് ആൻഡ് പ്രോബ്ലം ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്മളൊരു കാർ ഷോറൂം എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ്, 3000 എങ്കിലും മിനിമം വേണം. 3000-4000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു സ്പേസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ട ബഡ്ജറ്റ് വേണം. നമ്മൾ ഒരു സാധാരണക്കാരൻ എടുക്കുന്ന ഒരു കാര്യമല്ല ഒരു കാറെന്ന് പറയുമ്പോൾ. എന്തായാലും അത് അവരുടെ ഒരു സാധാരണക്കാരൻ, ഒരു മിഡിൽ ലെവൽ, മിഡിൽ ക്ലാസ് പീപ്പിൾ എടുക്കുന്നതാണെങ്കിൽ അവരുടെ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ സമ്പാദ്യം കൊണ്ടായിരിക്കും ഒരു കാർ എടുക്കുന്നത്. അപ്പം അതനുസരിച്ചാണ് നമ്മൾ ഒരു ഷോറൂമും അതുപോലെ തന്നെ ആയിരിക്കണം. ചിലപ്പോൾ ഒരു കാർ പോലും ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഒരു ബൈക്ക് പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഒരു കാർ ഷോറൂമിൽ വരണമെങ്കിൽ അവർ ബസ്സോ എന്തെങ്കിലും പിടിച്ച് വേണം വരാൻ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മളുടെ സൈറ്റ്, ലൊക്കേഷൻ അങ്ങനെയുള്ളൊരു സൈറ്റിലായിരിക്കണം. ഇപ്പോൾ മറ്റൊരു കാറേ വരുന്ന ഒരാളാണെങ്കിൽ അത് പാർക്ക് ഇടാനുള്ള സ്ഥലം നമ്മൾ കൊടുക്കണം. പിന്നെ എന്തായാലും ഇത്രയും രൂപയുടെ ഒരു സാധനം, ഒരു കാർ മേടിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും 5 മിനിറ്റിനുള്ളിൽ ഒരു കടയിൽ പോയി ഒരു സാധനം മേടിക്കുന്ന പോലെയല്ല നമ്മളൊരു കാർ പോയി വാങ്ങിക്കുമ്പം. അതിന് നമ്മൾ ടൈം എടുക്കും. ഏകദേശം 1.5 മണിക്കൂറോ 2 മണിക്കൂർ നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കാരണം അത് അവർ അത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതായതുകൊണ്ട് നമ്മൾ അവരുടെ റിസപ്ഷൻ ഏരിയയിലും ഒക്കെ വെയിറ്റിംഗ് റൂമിൽ അവിടെയൊക്കെ നമ്മൾ ഇരിക്കും. അപ്പോൾ ഒരു കാർ ഷോറൂം എടുക്കുമ്പോൾ അവർ ഈ കാർ ഷോറൂമിന് പാർക്കിംഗ് ഏരിയ കൊടുക്കണം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉള്ള സ്ഥലത്തായിരിക്കണം. കാറെല്ലാം നല്ല രീതിയിൽ 2 നിലയാണെങ്കിൽ 2 നിലയിലും കാറ് കിടക്കുന്ന പോലെ ആയിരിക്കണം. പിന്നെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നല്ല ലൈറ്റിങ്ങും എല്ലാ കാര്യങ്ങളും വെച്ച ഒരു ആണെങ്കിൽ അത് മാത്രമേ അട്രാക്റ്റീവ് ആയിരിക്കത്തുള്ളൂ. അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാറിൻ്റെ കമ്പനിയുടെ പേര്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റിങ്ങിൽ വ്യക്തമാക്കി കാണിക്കണം. പിന്നെ റിസപ്ഷൻ ഏരിയ വേണം, കസ്റ്റമറിൻ്റെ വെയിറ്റിംഗ് റൂം, സർവീസ് സെൻറ്റേഴ്സ്, സ്പെയർ പാർട്സ്. ഇതൊരു കാർ മേടിക്കുമ്പോൾ അവർക്ക് സർവീസ് കൊടുക്കണം. സർവീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർ മെയിനായിട്ടും. നമ്മളൊരു കാറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് സർവീസിങ്ങും നമ്മൾ തന്നെ ചെയ്യണം. അപ്പം അവിടെ ഒരു സ്പെയർ പാർട്സിൻ്റെയും സർവീസ് ചെയ്യുന്നതിൻ്റെയും മെക്കാനിക്കലിനും അതിനൊക്കെ ഒരു സ്പേസ് നമ്മൾ മാറ്റി വയ്ക്കണം. എംപ്ലോയി ഓഫീസ് വേണം. എത്ര സ്റ്റാഫാണ് നമ്മൾ വേണ്ടത്, വെഹിക്കിൾ ലോഡിങ്, അൺലോഡിങ്, അതിന് ലോഡിങ്ങിനും അൺലോഡിങ്ങിനും ഒക്കെ ഉള്ള സ്ഥലം വേണം. ഇത്രയാണ് ഒരു നീഡ്.
കൺസ്ട്രെയിൻറ്റ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് റോഡ് സൈഡിൽ തന്നെ കിട്ടണം, കാർ ഡിസ്പ്ലേ മസ്റ്റ് ബി ഇൻ ഫ്രണ്ട് സൈഡ്, റിസപ്ഷൻ ഫ്രണ്ട് സൈഡിലായിരിക്കണം, സർവീസ് സെൻറ്റർ ബാക്ക് സൈഡിലായിരിക്കണം, സ്പെയർ പാർട്സ് ഒക്കെ ഒരു സർവീസ് സെൻറ്ററും പബ്ലിക് അത് ആളുകൾ കാണുന്ന രീതിയിൽ വേണം. ഒരു 20 കാർസ് എങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇത് ഒരു കൺസ്ട്രെയിൻസ് ആണ്. ഇത്രയും സ്ഥലം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ ചെറിയ ഒരു ലോക്കൽ ഒരു ഗ്രാമത്തിൽ കൊണ്ട് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും പോസിബിൾ ആവത്തില്ല. അപ്പം നമ്മൾ ഒരു ടൗണിൽ തന്നെ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ള നമ്മൾ ബഡ്ജറ്റ് നമ്മൾ കണ്ടെത്തണം. Research the need of problem and solutions. Since the parking should be needed for minimum 20 cars, which is one of the constraint. Need to park at least 20 cars. That is can be done in 50% of place. 50% സ്ഥലവും അപ്പം 20 കാർ ഇടുമ്പം പോകും. ബിൽഡിംഗ് ഏരിയ, കാർ ഡിസ്പ്ലേ, റിസപ്ഷൻ, സർവീസ് ഏരിയ, കസ്റ്റമറിൻ്റെ നമ്മൾ ഇതിങ്ങനെ വരയ്ക്കണം. നമ്മൾ സ്കെച്ച് വരയ്ക്കണം. വരച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ മോഡൽ എഴുതി കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്തെല്ലാമാണ് മോഡൽ ഡിസൈൻ, ഡയറക്റ്റ് ഇവാലുവേഷൻ, നമ്മൾ എന്തെല്ലാമാണ് സാധാരണ ഒരു കാർ ഷോറൂമിൽ നിന്ന് വേറെ മാറ്റം എന്തെല്ലാം കൊണ്ടുവരും. The scale models can be used to test the design at fraction of cost of building a prototype. Computer simulations and mathematical models may not accurate enough to allow understanding all of the complexities of component interfere of turbulence, but they still may be used to approximate the design for the first scale model for testing. ഈ മോഡൽ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് കാർ ഷോറൂം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ കാർ ഷോറൂമിൽ നിന്ന് എന്തെല്ലാം എന്നെക്കൊണ്ട് വ്യത്യസ്തമാക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ നോക്കണം. കമ്മ്യൂണിക്കേറ്റിംഗ്, പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ്, പ്ലാൻസ് ആൻഡ് സ്പെസിഫിക്കേഷൻ. ആഫ്റ്റർ സെലക്ഷൻ ഓഫ് പ്രിഫേർഡ് ഡിസൈൻ ഇറ്റ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദോസ് ഹു മസ്റ്റ് അപ്രൂവ് ഇറ്റ്, സപ്പോർട്ട് ഇറ്റ്. ഇതിൻ്റെ നമ്മൾ അപ്രൂവൽ എടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കണം. ഇതൊരു കാർ ഷോറൂമിൻ്റെ ഒരു 3D മോഡലാണ്. ഇങ്ങനെയായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള കാർ ഷോറൂം. ഇതിപ്പോൾ ഒരു നിലയുടെ കാർ ഷോറൂമാണ്. നമ്മൾ വെക്കുമ്പം ഒരു 2 നിലയുടെ ആണെങ്കിൽ കാറ് മുകളിൽ കയറ്റാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവരാൻ നോക്കണം. ഇതാണ് ടോപ്പ് വ്യൂ. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മോഷൻ ഡിറ്റക്റ്റിംഗ് സെൻസേഴ്സൊക്കെ പ്രൈവറ്റ് റൂംസിലൊക്കെ വെക്കുക. അതായത് ഓഫീസിലെ CEO അങ്ങനെയുള്ളവർ ഇരിക്കുന്നിടവും പിന്നെ ബാത്റൂം അങ്ങനെയുള്ള അതൊക്കെ ഇടയ്ക്കുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ ആവശ്യം ഒരുപാടില്ല. അപ്പം സെൻസേഴ്സ് ആണെങ്കിൽ സെൻസർ ലൈറ്റാണ് അവിടെ വെക്കുന്നതെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഒരു കാർ ഷോറൂം അവിടെ വെക്കണമെങ്കിൽ ഒരുപാട് പെർമിഷൻസ് ഒക്കെ എടുക്കണം. നമ്മൾ ഡ്രെയിനേജ് വേസ്റ്റ് എവിടെയാണ് കളയേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നെല്ലാം പെർമിഷൻ എടുക്കണം ഈ കാര്യങ്ങൾക്കൊക്കെ. പിന്നെന്താണ് ഒരു കസ്റ്റമേഴ്സ് വന്നിരിക്കുന്നിടത്ത് നമ്മൾ എയർ കണ്ടീഷണർ കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് വേറെ ഉള്ളിടത്തില്ലെങ്കിലും ആ ഒരു ഭാഗത്ത് കൊടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഷെയ്ഡിങ്സ്, തണൽ മരങ്ങൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് വെക്കുവാണെങ്കിൽ ഈ AC-യുടെ ആവശ്യം അധികം വരത്തില്ല. നമുക്ക് ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും. പിന്നെന്താണ് ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ, സെക്കൻഡ് ഫ്ലോർ പ്ലാൻ, ഇതൊക്കെയാണ്. ഇനി അടുത്ത മോഡ്യൂൾ 2 ആണ് നോക്കുന്നത്. കൺസ്ട്രക്ട് എ നമ്പർ ഓഫ് പോസിബിൾ ഡിസൈൻസ് ആൻഡ് ദെൻ റിഫൈൻ ദം ടു നാരോ ഡൗൺ ടു ദ ബെസ്റ്റ് ഡിസൈൻ ഫോർ എ ഡ്രഗ് ട്രോളി യൂസ്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ഷോ ഹൗ ദ ഡൈവേർജൻറ്റ് കൺവേർജൻറ്റ് തിങ്കിങ് ഹെൽപ്സ് ഇൻ ദ പ്രോസസ്. പ്രൊവൈഡ് യുവർ റാഷണൽ ഫോർ ഈച്ച് സ്റ്റെപ്പ് ബൈ യൂസിങ് ദ ഹാൻഡ് സ്കെച്ചസ്. നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് ട്രോളി ഹോസ്പിറ്റൽസിന് വേണ്ടി ഉണ്ടാക്കണം. എന്തിനാണ്? നഴ്സസിന് വേണ്ടിയാണ്. ലൊക്കേഷൻ ഹോസ്പിറ്റലാണ്. ഫങ്ഷൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോക്ക് ചെയ്തിട്ടുള്ള വീൽസ് ആയിരിക്കണം. നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഊർന്നു പോകരുത്. റാക്ക് വേണം. അതിന് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കണം. കൊണ്ടുപോകേണ്ടതാണ്, അവർക്ക് തള്ളിക്കൊണ്ട് പോകേണ്ടതാണ്. നമുക്ക് പിന്നെന്താണ് ആ റാക്കിന് പിന്നെ സെക്കൻഡറി ആയിട്ടുള്ള നമുക്ക് ആ റാക്കിനൊരു ക്ലോസ് ഡോർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓരോരോ സെപ്പറേറ്റ് റാക്ക് ആണെങ്കിൽ ഓരോ മരുന്നുകൾ നമുക്ക് മാറ്റി മാറ്റി വയ്ക്കാം. ഈ വേസ്റ്റ് ആയിട്ടുള്ള കോട്ടൺ, സിറിഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു സ്ഥലം. പിന്നെ അതിൻ്റെ മോളുണ്ടെങ്കിൽ കേസ് ഡയറി, അങ്ങനെ അവരുടെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള
ഡയറി ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരു ടേബിൾ മുകളിലുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇതൊക്കെയാണ്. അപ്പോൾ ഒരു ഡിസൈൻ തിങ്കിങ്ങിൻ്റെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. മെഡിസിൻസ് ഒക്കെ നമുക്ക് വെക്കാം. പക്ഷേ കോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോറില്ല, വീൽസിന് ലോക്കില്ല, ഡിഫിക്കൽട്ടാണ് മെഡിസിൻസ് ഓരോ റൂമിലോട്ട് കൊണ്ടുപോകാൻ. അടുത്ത സെറ്റപ്പ് അപ്പോൾ വന്നപ്പം മെഡിസിൻസ് കൊണ്ടുപോകാൻ ലൈറ്റ് വെയിറ്റ് ആണ്, അതിനും ഡോറില്ല, ലോക്കും ഇല്ല, ഒന്നുമില്ല. മോഡൽ 3 എന്ന് പറയുന്നതിനകത്തും ലൈറ്റ് വെയിറ്റും ആണ്, അതിന് ബൗണ്ടറീസ് ഉണ്ട് ഓരോന്ന് ഇട്ട് വെക്കാൻ വേണ്ടി. അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷേ അതിന് ഓരോ റൂമിലേക്ക് കൊണ്ടുപോകാൻ വീൽസ് ഇല്ല, ഡിഫിക്കൽട്ടാണ് ഓരോ റൂമിലോട്ട് കൊണ്ടുപോകാൻ. അടുത്ത് വന്നപ്പോൾ ഡോറുണ്ട്, സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഈസിയർ ടു കീപ് മെഡിസിൻസ് ആസ് ഡ്രോവേഴ്സ്. ഓപ്പൺ ടേബിൾ വെക്കാനൊരു മുകളിലൊരു ടേബിളുണ്ട്, പക്ഷേ ക്ലിനിക്കൽ വേസ്റ്റ് ഇടാനൊരു സംഭവമില്ല. ഡിഫിക്കൽട്ട് ടു സോർട്ട് ഔട്ട് മെഡിസിൻസ് ഫോർ ഈച്ച് റൂം. അടുത്തത് സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. മെഡിസിൻസ് നമുക്ക് ഡ്രോയേഴ്സിലിടാം. ഓപ്പൺ ടേബിളാണ്, കേസ് ഡയറി നമുക്ക് വെക്കാം. ഓപ്പൺ ക്ലോസ്ഡ് ആയിട്ടുള്ള റാക്ക് ഉണ്ട്, ഡ്രഗ്സ് മാറ്റി മാറ്റി വയ്ക്കാൻ. പക്ഷേ ലോക്കില്ല വീൽസിന്, ക്ലിനിക്കൽ വേസ്റ്റ് കളയാനുള്ള സംഭവമില്ല. മെഡിസിൻസ് ഓരോ റൂമിലോട്ട് കൊണ്ടുപോകാനുള്ളതില്ല. മോഡൽ 6ലാണ് ലൈറ്റ് വെയിറ്റ് സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയൽ ഇതാണ്. ഓപ്പണും ക്ലോസ് റാക്സും ഉണ്ട്. മെഡിസിൻസ് ഒക്കെ നമുക്ക് പല പല സെറ്റപ്പിൽ വെക്കാം. പക്ഷേ കേസ് ഡയറി വെക്കാൻ പറ്റത്തില്ല, വീൽസിൽ ലോക്കും ഇല്ല, ക്ലിനിക്കൽ വേസ്റ്റ് കളയാൻ പറ്റത്തില്ല. അടുത്തത് വന്നപ്പോൾ നല്ല എല്ലാ മെറ്റീരിയൽസും ഉണ്ട്. ഡയറിയും വെക്കാം, വീൽസിന് ലോക്കും ഉണ്ട്, പേഷ്യൻസ് ചാർട്ടും വെക്കാം, ക്ലിനിക്കൽ വേസ്റ്റ് കളയാം. ഓരോരോ റാക്കുണ്ട്, സെപ്പറേറ്റ് പാർട്ടീഷൻ റാക്കുണ്ട്. എല്ലാം കൊണ്ടും സെറ്റപ്പാണ്. നിങ്ങൾ ഇനി നിങ്ങൾ തന്നെ ഒരെണ്ണം ഇതിനേക്കാളും വെറൈറ്റി ആയിട്ട് ഇതിന് കോൺസ് ഉണ്ടെങ്കിൽ അതും എഴുതണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കോളേജ് ബാഗ് ഒരു കുട്ടിക്ക് എടുക്കുക എന്നുള്ളതാണ്. ഡിസ്ക്രൈബ് ഈച്ച് സ്റ്റേജ് ഓഫ് ദ പ്രോസസ് ആൻഡ് ഇറ്ററേറ്റീവ് പ്രൊസീജിയർ ഇൻവോൾവ്. യൂസ് ഹാൻഡ് സ്കെച്ച് ടു സപ്പോർട്ട് യുവർ ആർഗ്യുമെൻറ്റ്സ്. ഒരു കോളേജ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബാഗ് കൊണ്ടുവന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ബഡ്ജറ്റിൽ എങ്ങനെയാണ് നമ്മളൊരു ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ഒരു ഇറ്ററേറ്റീവ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എംപത്തൈസ് 5 എണ്ണമാണ്. എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ് ആണ്. എംപത്തൈസിനകത്ത് ബുക്സ് കൊണ്ടുപോകാൻ, ടിഫിൻ, മറ്റു കാര്യങ്ങൾ കൊണ്ടുപോകാൻ ക്ലോസ് ആയിരിക്കണം. ഇതാണ് എംപത്തൈസിൽ. ഡിഫൈൻ എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് റാക്ക് ഉണ്ടായിരിക്കണം, നല്ല ക്വാളിറ്റി സിപ്പായിരിക്കണം, ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. ഐഡിയേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പാർട്ട്മെൻറ്റ്, ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയുള്ള കമ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കണം. വാട്ടർ ബോട്ടിൽ നമുക്ക് വെളിയിൽ വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാവണം. സ്മോൾ പൗച്ചസ് ഉണ്ടെങ്കിൽ അതിനകത്ത് പെന്ന്, കീ അങ്ങനെയുള്ളത് ഇടാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. സ്ട്രാപ്പ് നമ്മൾ ഇടുന്ന ആ സ്ട്രാപ്പ് നമ്മുടെ അതിനൊന്നും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയിരിക്കണം, വാട്ടർ പ്രൂഫ് ആയിരിക്കണം, റെയിനി സീസണിലൊന്നും പോകാൻ പാടില്ല. ഇന്നർ സീക്രട്ട് പൗച്ച് ഉണ്ടായിരിക്കണം, മണിയൊക്കെ ഇടാൻ. ഇതാണ് ഒരു 2D പ്രോട്ടോടൈപ്പ്. നമ്മളത് കഴിഞ്ഞ് കാണിക്കുക, അതിൻ്റെ ഒരു മോഡൽ ഡിസൈൻ നമ്മൾ എഴുതുക. അത് കഴിഞ്ഞ് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അതിൻ്റെ ഫങ്ഷനാലിറ്റി എല്ലാം കറക്റ്റാണോ. അപ്പം നമ്മളതനുസരിച്ച് ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ വെച്ചു, ഷോൾഡർ സ്ട്രാപ്പ് സോഫ്റ്റ് സ്പോഞ്ച് മെറ്റീരിയൽ വെച്ചു. മെറ്റീരിയൽ വാട്ടർ പ്രൂഫ് ആവാൻ വേണ്ടി പോളിയെസ്റ്റർ മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ബാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഡിസൈൻ തിങ്കിങ് ആസ് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻ്റ് ആണ്. ഡിസൈൻ തിങ്കിങ് ഇതാണ്, നമ്മളിതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. Divergent thinking is the process of thinking that explores multiple possible solutions in order to generate creative ideas. Convergent thinking എന്ന് പറയുന്നത് the process of figuring out a concrete solution to any problem, thinks for a final solution. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമ്മൾ അതനുസരിച്ച് സമയം എടുത്തിട്ട് നമ്മൾ എഴുതുക. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ടീം മാനേജ്മെൻറ്റ് കോൺഫ്ലിക്ട്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. സ്റ്റെപ്സ് ഇൻ റിസോൾവിങ് കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് പ്രിപ്പയർ ദ റെസൊല്യൂഷൻ, അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ, റീച്ച് ദ അഗ്രിമെൻറ്റ്. For preparing for resolution, acknowledge the conflict. The conflict has to be acknowledged before it can be managed and resolved. The tendency is for the people to ignore the first sign of conflict, perhaps as it seems trivial or is difficult to differentiate from the normal, healthy debate that teams can thrive on. If you are concerned about the conflict in your team, discuss it with the other members. Once the team recognizes the issue, it can start the process of resolution. Discuss the impact.
agree to a cooperative process, agree to communicate, understands the situation. Step 2, clarify the positions, list facts, assumptions, beliefs underlying each position, analyze in smaller groups, convene back as a team, reach agreement. Not now all the parties understand the other positions. The team must decide what decision or course of action to take with the facts and assumptions considered. For preventing conflicts, being open, practicing clear communication, practicing active listening, identifying assumptions, not letting conflict get personal, focusing on actionable solutions, encouraging different points of view, not looking for a blame, demonstrating respect. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സ്കെച്ചസിനെ പറ്റിയാണ്. ഡ്രോയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിസൈൻ ബിക്കോസ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ഇൻ ഡ്രോയിങ് പ്രോസസ്. Design drawing includes sketches, freehand drawing, CAD models that extend from simple wireframe drawing through elaborate solid models. In brief, graphic images are used to communicate with other designers, client and manufacturing organization. Sketches and drawings serves as a launching pad for brand new design, support analysis of a design as it involves, simulate the behavior or performance of a design, record the shape or geometry of a design, communicate design ideas among designers, ensure that a design is complete, communicate the final design to the manufacturer specialist. അടുത്തത് mathematical modeling in design. It's a central to design because we have to be able to predict the behavior of the device or system that we are designing. It's important for us to ask how do we create mathematical models. Basic principles under mathematical modeling. Why do we need? For what will we use? What do you want? What we want to find with this model? What data are we given? What can we assume? How should we develop the model? What will our model predict? Can we verify the model's prediction? Are the predictions valid? Can we improve the model? അപ്പോൾ അതൊക്കെയാണ്. അടുത്തത് 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. തെർമോ ഫ്ലാസ്ക് എങ്ങനെയാണ് നമുക്ക് ടു കീപ്പ് ഹോട്ട് കോഫിക്ക് വേണ്ടി നമ്മൾ അതിൻ്റെ മെറ്റീരിയൽ സെലക്ഷൻ 2D ഡ്രോയിങ് ആണിത്. ഒരു തെർമോ ഫ്ലാസ്ക് നമ്മൾ വരയ്ക്കണം. പല ടൈപ്പിൽ നമുക്കത് വരയ്ക്കാൻ പറ്റും. മെറ്റീരിയൽ സെലക്ഷൻ ടോപ്പ് ക്യാബ് ആണെങ്കിൽ ദിസ് സെക്ഷൻ ക്യാൻ ബി ഒരു ഡ്രിങ്കിങ് കോഫിയുടെ മോൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലാസ്കിൽ നിന്ന് നമുക്ക് കുടിക്കാൻ പറ്റും. ഒരു മിനിമം 200 ഡിഗ്രി സെൽഷ്യസിൽ ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിരിക്കണം അതിന് എടുക്കാൻ. ദ പ്ലാസ്റ്റിക് കോട്ടഡ് വിത്ത് ലോ വെയ്റ്റ് സ്റ്റീൽ മെറ്റീരിയൽ, ബ്ലാക്ക് റെഡ് സ്റ്റീൽ കളർ, ഇങ്ങനെയുള്ള മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ബോഡി എന്ന് പറയുന്നത് മെയിൻ പാർട്ട് ഫ്ലാസ്ക് ആണ്. വിച്ച് വിൽ കീപ് ദ ഹോട്ട് കോഫി ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരം അത് ചൂട് കാണണം അതിനകത്ത്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇന്നർ പാർട്ട് ആൻഡ് ഔട്ടർ പാർട്ട്. ഔട്ടർ പാർട്ട് ഈസ് കോമൺലി യൂസ്ഡ് ഫ്ലാസ്ക് മെറ്റീരിയൽ വിച്ച് ഈസ് എ വെയ്റ്റ്ലെസ് സ്റ്റീൽ മെറ്റീരിയൽ. ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ആണ് which is coated with a material which will not conduct temperature. The inner section temperature should not affect the outer part. ബോട്ടം ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ബിസ്ക്കറ്റ് ക്യാരിയർ ആണ്. അതാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മെറ്റീരിയൽ യൂസ് ഫോർ ദിസ് ക്യാരിയർ ക്യാൻ ബി സെയിം മെറ്റീരിയൽ ആസ് ഫ്ലാസ്ക് ഈസ് മെയ്ഡ്. ഫ്ലാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ലിഫ്റ്റിംഗ് മെക്കാനിസം ടു റേസ് 100 kilogram ഓഫ് വെയ്റ്റ് ടു എ ഫ്ലോർ അറ്റ് എ ഹൈറ്റ് ഓഫ് 10 meters ഇൻ എ കൺസ്ട്രക്ഷൻ സൈറ്റ്. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമ്മൾ വരച്ചേക്കുന്ന ഒരു ഡയഗ്രമാണ് 100 kilo 10 meter വെച്ച്. ടു കാൽക്കുലേറ്റ് ദ പവർ നമ്മൾ ഉപയോഗിക്കുന്നത് വർക്ക് ബൈ ടൈം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അത് ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പവർ. അടുത്തൊരു രീതി ടു ഫൈൻഡ് ദ ഫോഴ്സ് വി നീഡ് എഫ് ഇസ് ഈക്വൽ ടു എം എ. അതിനകത്ത് എം എന്ന് പറയുന്നത് മാസ് 100 kilogram ആണ്. എം എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ 9.8. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 980. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. 10 meter നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു 9800 joule. നമ്മൾ 60 seconds എന്നും പറഞ്ഞ ടൈം എടുക്കുകയാണ്. അപ്പോൾ പവർ എന്ന് പറയുന്നത് 163.3 watt എന്ന് കിട്ടും. പുള്ളി സിസ്റ്റം ക്യാൻ ബി യൂസ്ഡ് ടു ലിഫ്റ്റ് വെയ്റ്റ്. ഒരു പുള്ളി സിസ്റ്റം നമുക്ക് 100 kilogram വെയ്റ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാം. രണ്ടെണ്ണമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. രണ്ടാമത്തത് എഫക്റ്റീവ് ഫോഴ്സ് വിൽ ബി ഹാഫ് ഇൻ ദിസ് ടേൺ. മോളൽ ഫോഴ്സ് ഇസ് 1000 Newton. അപ്പോൾ മോഡ്യൂൾ 4-നകത്ത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഇൻ ഡിസൈൻ എഞ്ചിനീയറിംഗ്,
Describe how concepts like value engineering, concurrent engineering, reverse engineering influence engineering designs. പിന്നെ the development of nature inspired design for solar powered bus waiting shed beside a highway. Relate between natural and man-made designs using hand sketch to support your arguments. Show the design of a simple sofa and then depict how the design changes when consideration aesthetics ergonomics into consideration and their sketches. ഇതാണ് മൊഡ്യൂൾ 4. അപ്പം നമുക്ക് നോക്കാം. പ്രൊജക്റ്റ് ബേസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കൊളാബറേറ്റീവ് ലേണർ സെൻറ്റേർഡ് ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച് where students work in groups to construct their knowledge and gain mastery of the course conduct. Students have to produce an artifact to demonstrate their mastery of conduct. Problem-based learning, the students have to present a solution to a clearly defined authentic problem. Problem-based learning may be a subset of a project-based learning in the sense that one way an instructor can frame a project is by asking the students to solve one or more many problems. അതാണ് project-based and problem-based learning. അടുത്തത് കൺകറൻറ്റ് എഞ്ചിനീയറിങ്ങിനെ പറ്റിയായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. കൺകറൻറ്റ് എഞ്ചിനീയറിംഗ് is a method of designing and developing products in which different stages run simultaneously rather than consecutively. Product design and product development hand in hand. മാനുഫാക്ചറിങ്ങിലാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് അനാലിസിസ്, പ്രോഡക്റ്റ് ഡിസൈൻ, പ്രൊഡക്ഷൻ സിസ്റ്റം ഡിസൈൻസ്. It's also called integrated product development IPD. It's a quick problem resolution. It decreases product development time and also the time to market, leading to improved productivity and reduced cost. പിന്നെന്താണ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് അടുത്തത്. വാല്യൂ എഞ്ചിനീയറിംഗ്. World resources are not infinite, thus a sustainability-oriented engineering methodology, life cycle design applies sustainable development principle with the goal to minimize the aggregate life cycle environmental burden. Reverse engineering. A product has outdated or manufacturing stopped to improve an existing product by eliminating its bad features. Advantage in the quick process time, high precision, low cost, faster to market. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് മോഡ്യൂൾ 4ൻ്റെ 14 മാർക്കിൻ്റെ സോളാർ പവേർഡ് ബസ് വെയിറ്റിംഗ് ഷെഡ് ബിസൈഡ് എ ഹൈവേ റിലേറ്റ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസൈൻസ് എന്നാണ് പറയുന്നത്. ഇതൊരു സോളാർ ബസ് സ്റ്റോപ്പാണ്. പോസിബിൾ സ്മാർട്ട് സിറ്റി സോളാർ ബസ് സ്റ്റോപ്പാണ്. സോളാർ പാനലുണ്ട്, വേരിയബിൾ മെസ്സേജ് സൈൻ, സ്ട്രീറ്റ് ബീം, ട്രാവലേഴ്സ് ഇൻഫോ, ഓട്ടോമേറ്റഡ് ടിക്കറ്റ്, സോളാർ ബാറ്ററി, LCD ഹെഡ്ലൈൻ, ഫോൾഡിംഗ് സീറ്റ്സ്, നെയിം ഓഫ് സ്റ്റോപ്പ്, വീഡിയോ സർവൈലൻസ്, സ്പോട്ട് ലൈറ്റ്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ളൊരു സ്മാർട്ട് സിറ്റിയാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നമ്മൾ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ആ ഷെഡിൽ ബസ് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇരിക്കാനും പിന്നെ അവർക്കൊരു പോകുന്നവർക്കൊരു ഹെൽപ്പ് അങ്ങനെ ഇരിക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ സോളാർ പവർ അവിടെ എങ്ങനെ ഉപയോഗപ്പെടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സോ എന്തെങ്കിലും എഴുതി വരണമെങ്കിലോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അതിൻ്റെ മുകളിലൊരു സോളാറിൻ്റെ ഒരു പാനൽ വെക്കുകയാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് അതിനൊരു എക്സ്ട്രാ ഒരു ചാർജ് കറൻറ്റ് അതിന് വേണ്ടി വരത്തില്ല. അപ്പം നമുക്ക് ചോദിച്ചേക്കുന്നത് ഇതിൽ നാച്ചുറൽ ബയോമിമിക്രി എന്ന് പറയുന്നതാണ് മോഡ്യൂൾ 4. ബയോമിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നും ആ കാര്യങ്ങളിൽ നിന്നും ഒരു ഉത്തേജനം കിട്ടി അങ്ങനെ ഒരു ടെക്നോളജിക്കലി ഒരു സാധനം ഉണ്ടാക്കുന്നതാണ് നമ്മളിവിടെ പഠിച്ചത്. അതായത് ഒരു ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ജാപ്പനീസ് ട്രെയിൻ, അതൊരു കിങ്ഫിഷർ ബേർഡിൻ്റെ ബീക്കിൽ നിന്നുമാണ് ആ ഒരു സംഭവം തോന്നിയത്. പിന്നെ വെൽക്രോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതുപോലെ നമുക്ക് ഒരു വെയിറ്റിംഗ് ഷെഡ് അത് തണലായിട്ടാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓർക്കുന്നത് ചേമ്പലയും അങ്ങനെയുള്ള നാച്ചുറലായിട്ട് നോക്കിയാൽ ചേമ്പല, വാഴയില, ഇതൊക്കെയാണ് നമ്മൾ മഴ വരുമ്പോൾ നമ്മൾ എടുക്കുന്നത്. മഴ പെയ്യാതെ നമ്മൾ നേരത്തെയൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ അതുപോലെ നമുക്ക് ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ള ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്കെച്ച് വരയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുക.
ഓൺ ബസ് സ്റ്റോപ്പ് വിത്ത് ടോയ്ലറ്റ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വ്യൂസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അതിനൊരു സോളാർ പാനൽ, ഓൺലൈൻ മാപ്പിംഗ്, ടിക്കറ്റ് മെഷീൻസ്, വിൻഡ് ടർബൈൻ, LED ലൈറ്റ്, വൈഫൈ കണക്ഷൻ, വീഡിയോ സർവൈലൻസ്, എമർജൻസി അലാറം, ചാർജിങ് സ്പേസ്, പവർ സപ്ലൈ ഫോർ ബസ് അറ്റ് ബാക്ക് സൈഡ് ഓഫ് ദ ബസ് സ്റ്റോപ്പ്. ഇങ്ങനെയുള്ള സെറ്റപ്പുകളെല്ലാം വരുത്തിയാണ് നമ്മൾ ഒരു ഇത് ഒരു സോളാർ പവർ ബസ് സ്റ്റോപ്പ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളതിന് നേച്ചുറലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വാഴ ഇല അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു ഉത്തേജനം കൊണ്ടാണെന്നും പറഞ്ഞ് നമുക്ക് എഴുതാം. 14 മാർക്കിൻ്റെയാണ്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഡിസൈനിൻ്റെ കാര്യത്തിലും ഒക്കെ എഴുതാൻ. The above shape, because it covers a large area and there is a space underneath without affecting the rain, it has a large surface area for placing the solar panel when sun exposed. Also, its body or middle section can hold the circuit and battery for the solar panel. We are using the above its body, circuit and the battery for the solar panel. Solar panel can be placed over the top of the design. The circuit and battery can be placed at the middle and root part of the structure. നമുക്ക് ഈ രീതിയിൽ എഴുതാം. നേരത്തെയുള്ള നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് നമ്മളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, എങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു എർഗോണമിക്കും എസ്തെറ്റിക്സും നമ്മൾ ഒരു സോഫയുടെ കൊണ്ടുവരുന്നതാണ്. എർഗോണമിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ആളുകളുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് എർഗോണമിക് ഡിസൈൻ ഉള്ളത്. എസ്തെറ്റിക് എന്ന് പറയുന്നത് അതിൻ്റെ ആ പുറമേയുള്ള ഭംഗിയാണ് അതിൽ കൂടുതൽ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നത്. എർഗോണമിക് ഡിസൈനിൽ ഒരു സോഫ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇരിക്കാൻ പറ്റണം, നമ്മുടെ ബാക്ക് പെയിൻ ഒന്നും ഉണ്ടാവാതെ ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ് നമ്മളതിൽ കൂടുതലും ചിന്തിക്കുന്നത്. അതിൻ്റെ പറ്റി പറയുവാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹൈറ്റ് ആയിരിക്കണം, പ്രൊഫഷണൽ റീസൈക്ലിംഗ് ആൻഡ് സീറ്റ്. ഒരു എർഗോണമിക് ചെയറിൻ്റെ പറയുമ്പോൾ അഡ്ജസ്റ്റബിൾ ബാക്ക് റെസ്റ്റ്, അഡ്ജസ്റ്റബിൾ ആം റെസ്റ്റ് വിത്ത് സോഫ്റ്റ് പാഡിങ്, അഡ്ജസ്റ്റബിൾ സീറ്റ് ഹൈറ്റ്, നോബ് ഉണ്ടാവണം അതിൻ്റെ താഴെ ഫോർ ബാക്ക് റെസ്റ്റ് ടെൻഷൻസ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ എർഗോണമിക് ബാക്ക് റെസ്റ്റ്, അങ്ങനെ PU സീറ്റ്. അങ്ങനെ നമുക്ക് പറ്റുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫോർ ബെറ്റർ കംഫർട്ട് വി ക്യാൻ യൂസ് ക്യൂഷൻ ആൻഡ് സ്പോഞ്ച് മെറ്റീരിയൽ ഫോർ ഇൻസൈഡ് ഓഫ് സോഫ. The frame material can be used of good quality wood. The sofa covering material can be made of good quality washable synthetic leather for long lasting and to avoid getting dirt. നമ്മളൊരു സ്കെച്ച് വരയ്ക്കണം. അതിൻ്റെ ഹൈറ്റ്, ടോട്ടൽ വിഡ്ത്ത്, ഹാൻഡ് എത്രയാണ്, ഹൈറ്റ് ഓഫ് സോഫ, ഇതെല്ലാം നമ്മൾ വെച്ച് വരയ്ക്കണം. എസ്തെറ്റിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പിൽ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഓരോ സോഫകൾ കാണാം. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഷുഡ് ബി അട്രാക്റ്റീവ് ആൻഡ് we are focusing on the beauty and looking on the sofa. Consider some other aspects like quality and strength of the material used. By considering the basic sofa design concepts and measurements, we can alter the design of the sofa. അടുത്തത് ഷോ ഹൗ ഡിസൈൻസ് ആർ വേരിഡ് ബേസ്ഡ് ഓൺ ദ ആസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്സ്, ലൈഫ് സ്പാൻ, റിലയബിലിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. എക്സ്പ്ലെയിൻ ഹൗ എക്കോണമിക്സ് ഇൻഫ്ലുവൻസസ് ദ എഞ്ചിനീയറിംഗ് ഡിസൈൻ. പിന്നെ 5th മോഡ്യൂളിലുള്ളത് ചേഞ്ചസ് ഇൻ ദ ഡിസൈൻ ഓഫ് ഫുഡ്വെയർ വിത്ത് കൺസ്ട്രെയിൻസ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്, ലൈഫ് സ്പാൻ, റിലയബിലിറ്റി ഇഷ്യൂ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എക്സെട്ര. And how to estimate the cost of a particular design using any of the following website: layout of a plan, elevation of a building, an electrical or electronic system or device, and a car. Show how economics will influence the engineering design. Use the hand sketch to support your arguments. 14 മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസൈൻ ഓഫ് എ ഫുഡ്വെയർ ആണ്. നമ്മളപ്പം ഒരു ഫുഡ്വെയർ ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ നമ്മൾ അതിന് കൊടുക്കണം. ഫുഡ്വെയർ ആകുമ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കണം. ഫുഡ്വെയർ ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ബൾക്ക്, സോ വി നീഡ് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊഡക്ഷൻ മെറ്റീരിയൽസ് വേണം. To reduce the cost, we can use large sheet of rubber material and cut the footwear from that using machine. The other works like stitching or combining parts of the footwear are being done with the workers. Footwear is produced in bulk. For stitching, we can use good quality nylons. Nylons നമുക്ക് ഉപയോഗിക്കാം good quality.
Constraints of lifespan requirement. By considering lifespan requirement of a footwear, it is difficult to consider the return of a product and recycling, so we must make the product with a biodegradable material. Best option for that is good quality rubber. Another problem may be manufacturing defects or man-made error. We can provide a service for the footwear around 1 to 2 years for that. On the lifespan, another issue is using the footwear at the time of rainy season. By using the rubber products for the manufacturing, we can solve that issue. To get the old product back and recycle, we can give some discounts for the old product for new purchases. By giving that way, we can make sure the return of the product after the use and done for the recycling purpose. One of constraints of reliability. One of the main reliability issues is long life of the footwear or null sessions. These constraints can be resolved using good footwear material, rubber. Another constraint is breaking the straps. This can be reduced by strong materials at the end and also by stitching the joints of the footwear after the installment of the strap. To increases the life of footwear, we can use strong and beneficial quality rubber material at the bottom of the footwear as sole of the footwear. ഇതാണ് ഒരു ചെറിയൊരു സ്കെച്ച്. നമ്മളൊരു സ്കെച്ച് വരയ്ക്കണം. അതിൻ്റെ ബോട്ടം സൈഡ്, അതിൻ്റെ ടോപ്പ് പോർഷനിൽ എങ്ങനെയാണ് എന്നുള്ളത്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? റെയിനി സീസൺ വരുമ്പോൾ അത് പൊട്ടരുത്. അതാണ്. ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് ലൈഫ് സ്പാൻ ഉണ്ടായിരിക്കണം. Due to the government orders, the product used for making a footwear must be biodegradable. അപ്പോൾ നമ്മൾ റീസൈക്ലിംഗ് സ്റ്റെപ്സ് കൊണ്ടുവരണം. ഫോർ ദ ഇനീഷ്യേഷൻ ഓഫ് പ്രോഡക്ട്സ് ഇറ്റ് ഹെൽപ്പ് more in the environmental factors. We must also follow the government rules for machine used in the manufacturing factory. We can import the product from other merchandises which will solve other pollution problems and cost. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ടു എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് പർട്ടിക്കുലർ ഡിസൈൻ യൂസിങ് വെബ്സൈറ്റ്. കൂടുതലും ഒരു പ്രോഡക്റ്റ് ഡിസൈൻ വരുന്നത് ലേബർ കോസ്റ്റ്, മെറ്റീരിയൽ കോസ്റ്റ്, ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ് ക്രിയേഷൻ ഈസ് മെയിൻലി ഫോർ ദ വെബ്സൈറ്റ് ഡിസൈനേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്. ഫോർ ദ ക്രിയേഷൻ ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഷോപ്പിംഗ് വെബ്സൈറ്റ്സ് fully we need 10 to 15 designers, programmers and supporting engineers. Estimated time for the full functioning of the website may take around 5 to 8 months. We need to pay the salary for the workers at that time period, let us 15,000 per month. എമൗണ്ട് ഷുഡ് ബി, അപ്പോൾ 18,000 വരും ഉള്ള ആൾക്കാർക്ക് മുഴുവൻ കൊടുക്കുമ്പോൾ. അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതനുസരിച്ചുള്ളതാണ് ലേബർ കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ മെയിൻ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ആകുമ്പോൾ ഒരു കമ്പ്യൂട്ടർ എക്സ്പെൻസ് ആണ്, കമ്പ്യൂട്ടർ മേടിക്കുന്നതിൻ്റെയാണ്. അപ്പോൾ അതിനുള്ള ചിലവുകൾ. ഓവർ ഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഹാപ്പനിങ് ആഫ്റ്റർ ദ കോസ്റ്റ് എസ്റ്റിമേഷൻ. നമ്മൾ കോസ്റ്റ് ചിന്തിച്ചതിനേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പങ്ങളാണ് ഓവർ ഹെഡ് കോസ്റ്റിൽ വരുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തൊക്കെ നമ്മൾ നേരത്തെ മോഡ്യൂളിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഈ 9ൻ്റെയും 10ൻ്റെയും ആൻസർ. ഹൗ ഡിസൈൻസ് ആർ വേരീസ് ബേസ്ഡ് ഓൺ ദ ആസ്പെക്ട് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ് ലൈഫ് സ്പാൻ. അത് നമ്മൾ അവിടെ മോഡ്യൂൾ 5 ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് ഇനിയൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.